അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മാക്കി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ, ഇത് കാണുന്നതാണ് മാക്കി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു 15 ഇഞ്ച് പവേർഡ് ആയിട്ടുള്ള ഒരു PS സ്പീക്കറാണ്. അപ്പോൾ ചെറിയൊരു പാർട്ടിയോ വെഡ്ഡിങ്ങോ അപ്പോൾ അങ്ങനെയുള്ള ഒരു 10-200 പേർക്കൊക്കെ ചെയ്യാനാണെങ്കിൽ ഇങ്ങനത്തെ 2 സ്പീക്കർ ഉണ്ടെങ്കിൽ നമുക്ക് കിഡിലനായിട്ട് ഒരു പ്രോഗ്രാം ചെയ്യാൻ പറ്റും. അപ്പം ഇതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാണ്ട് തന്നെ വീഡിയോയിലോട്ട് പോകാം. ഇതാണ് ഇതിൻ്റെ ഒരു ബോക്സ് വരുന്നത്. ഫ്രണ്ടിൽ തന്നെ മാക്കിയുടെ വലിയൊരു ബ്രാൻഡിങ് കാണാം. തമ്പ് 215 XT എന്ന് എഴുതിയിട്ടുണ്ട്. 15 ഇഞ്ച് 1400 വാട്ട്സ് എൻഹാൻസ്ഡ് പവർ ലൗഡ് സ്പീക്കർ. പിന്നെ ഇതിൻ്റെ കുറച്ച് ക്വാളിറ്റീസ് എഴുതിയിട്ടുണ്ട്. ബ്ലൂടൂത്ത് ആണ്, പിന്നെ ബിൽ ലൈക്ക് ടാങ്ക് എന്നൊക്കെ, അതൊക്കെയാണ് നമുക്ക് ഫ്രണ്ടിൽ തന്നെ കാണാൻ പറ്റുന്നത്. ഇതാണ് ബാക്കിലെ സൈഡിൽ വരുന്നത്. ഇതിൽ തമ്പ് 215 XTയുടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് യൂസ് ആണ് വന്നിരിക്കുന്നത്. ഒന്ന് നമുക്ക് വെർട്ടിക്കലായിട്ട് വയ്ക്കാം, പിന്നെ സ്റ്റേജ് മോണിറ്റർ ആയിട്ട് വെഡ്ജ് ആയിട്ട് വയ്ക്കാൻ പറ്റും, പിന്നെ മുകളിൽ വേണമെങ്കിൽ ഞാട്ടിടാനുള്ള ഓപ്ഷൻസും കംപ്ലീറ്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്ത് വരുമ്പോൾ മാക്കിയുടെ തമ്പ് സീരീസിലുള്ള പല സ്പീക്കേഴ്സുള്ള കമ്പാരിസൺ ആണ്. തമ്പ് 212 215 എന്ന് പറഞ്ഞാൽ 12 ഇഞ്ചും 15 ഇഞ്ചും സ്പീക്കേഴ്സ്. പിന്നെ 115S 118S എന്ന് പറഞ്ഞാൽ അതിൻ്റെ സബ് ഊഫേഴ്സ് ആണ്. പിന്നെയാണ് തമ്പ് 212 XT 2 XTയുടെ കമ്പാരിസൺ വരുന്നത്. ഇതിൽ ബ്ലൂടൂത്തും പിന്നെ ആപ്ലിക്കേഷൻ കൺട്രോളൊന്നും വേണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ടുള്ള തമ്പ് 215 തന്നെ വാങ്ങാവുന്നതാണ്. Some paperworks. Here is our speaker. എനിക്കിതിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റിയും ഇതിൻ്റെ ഒരു ഡിസൈനൊക്കെയാണ്. അപ്പം ബിൽഡ് ലൈക്ക് എ ടാങ്ക് എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത് മാക്കി. നല്ല അടിപൊളി ബിൽഡ് ക്വാളിറ്റിയാണ്. ഗ്രില്ലായാലും ഒക്കെ നല്ല കിടിലായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ കാണുന്നതാണ് ഇതിൻ്റെ ഒരു എംബ്ലം. അപ്പോൾ നമ്മളിത് ഇതേപോലെ വെർട്ടിക്കലായിട്ട് ഇരിക്കുകയാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും എംബ്ലം വരുന്നത്. ഇതേപോലെ പിന്നെ നമുക്ക് സ്റ്റേജിൽ മോണിറ്ററൊക്കെ ആയിട്ട് ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ വെക്കുകയാണെങ്കിൽ ഈ എംബ്ലം വേണമെങ്കിൽ നമുക്ക് തിരിച്ചു വയ്ക്കാം. ഇതൊന്ന് പതുക്കെ പുറത്തേക്ക് പുള്ള് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ചു വയ്ക്കാം. കണ്ട, നേരത്തെ തന്നെ ഇരിക്കട്ടെ. രസമായിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു എർഗണോമിക് ഡിസൈനാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു സൈഡിൽ കണ്ടില്ലേ, ഈ രണ്ട് ഇവിടെ സ്റ്റേജ് മോണിറ്ററൊക്കെ ആയിട്ട് വെക്കുകയാണെങ്കിൽ ചരിച്ച് വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അത്. പിന്നെ ഇതേപോലെ രണ്ട് സൈഡിലും ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ പിടിച്ച് പൊക്കണമെങ്കിലും ഇതേപോലെ മോളിലും ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ലതായിട്ട് എർഗണോമിക്കലി അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാണ് ബാക്കിൽ വരുന്നത് 4 മോഡാണ്, 4 പ്രീസെറ്റാണ് വരുന്നത്. മ്യൂസിക്, ലൈവ്, ക്ലബ്ബ്, മോണിറ്റർ, അങ്ങനെ 4 മോഡാണ് വരുന്നത്. നമുക്ക് ഈ സ്വിച്ച് അടിച്ച് കഴിഞ്ഞാൽ ഇത് കറക്റ്റ് ഇങ്ങനെ മാറിപ്പോകും. അതിൻ്റെ ഒരു ഗ്രാഫിക് ഇക്വലൈസർ പോലെയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. മ്യൂസിക്കിൻ്റെ ഇത്, ലൈവ്, ക്ലബ്ബ്, മോണിറ്റർ, ഇങ്ങനെയുള്ള 4 വോയിസിംഗ് മോഡാണ് വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് ഔട്ട്ഡോർ മോഡ് വേണമെങ്കിൽ, ഇപ്പോൾ ഔട്ട്ഡോറിലാണ് പ്ലേ ചെയ്യുന്നുണ്ടെങ്കിൽ ഔട്ട്ഡോർ മോഡ് അടിക്കാം. പിന്നെ മ്യൂസിക് ഡക്കിങ് വേണമെങ്കിൽ അതടിക്കാം. ഫീഡ്ബാക്ക് എലിമിനേറ്റർ വേണമെങ്കിൽ അതുണ്ട്. പിന്നെ ഫ്രണ്ട് LED ഓൺ ആക്കാനും ഓഫ് ആക്കാനുള്ളതാണ്. അതായത് ഇവിടെ ഒരു LED ഉണ്ട്, ഈ കാണുന്ന LED ഫ്രണ്ടിലുള്ളത്. അത് ഓൺ ആക്കാനും ഓഫ് ആക്കാനുള്ള ഒരു ബട്ടണാണ് ഈ കാണുന്നത്. പിന്നെ ബ്ലൂടൂത്ത് പെയർ ചെയ്യാനുള്ളത് ഈ ഒരു ബട്ടണാണ്. പിന്നെ 2 ഇതേപോലത്തെ സ്പീക്കർ ഉണ്ടെങ്കിൽ നമുക്കിത് ലിങ്ക് ആക്കാൻ പറ്റും. രണ്ടും കൂടെ ഇങ്ങനെ വയർലെസ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അതാണ് ഈ കാണുന്നത്. പിന്നെ 3 നോബാണ്. നമുക്കിപ്പം മിക്സറൊന്നും ഇല്ലെങ്കിലും ഇതിൽ നമുക്കൊരു 2 ചാനൽ വന്നിട്ടുണ്ട്. അപ്പം ഇത് ഒരു ഹൈബ്രിഡ് ആണ്. അതായത് XLR-ഉം TRS-ഉം കൂടെ ഉള്ള നമുക്ക് ഏത് പിന്നോണിലും കണക്ട് ചെയ്യാം. 2 ചാനൽ നമുക്ക് ഇന്ന് കൊടുക്കാം. ഒരു ത്രൂ ഔട്ട്പുട്ടും നമുക്ക് ഇതിൽ നിന്ന് അടുത്ത സ്പീക്കറൊക്കെ കണക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. ഇതാണ് ഇത് മെയിൻ ഔട്ട്പുട്ട്. പിന്നെ ഇത് 2 ഈ ചാനൽ സെപ്പറേറ്റ് ചാനൽ 1ഉം ചാനലും ഔട്ട്പുട്ട്. അപ്പം ഇതാണ് വരുന്നത്. ഇത് പവർ ഓൺ ഓഫും ബട്ടൺ. പിന്നെ ഇവിടെ നമുക്ക് പവർ കേബിൾ കണക്ട് ചെയ്യാനുള്ളൂ. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ നല്ലൊരു ലൈറ്റ് വെയിറ്റ് ആണ്, നമുക്ക് ഹാൻഡിയാണ്. ഇത് കൊണ്ടു നടക്കാനൊക്കെ എളുപ്പമാണ്. 1400 വാട്ട്, അത്യാവശ്യം നല്ല പവറും ഉണ്ട്. ചെറിയ പാർട്ടീസൊക്കെ ആണെങ്കിൽ നമുക്ക് സബ് ഊഫറൊക്കെ ഇല്ലാണ്ട് നമുക്ക് ഇത് 2 ടോപ്പ് വെച്ച് മാത്രം നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് 1400 വാട്ട്സിൻ്റെയാണ് വരുന്നത്. ഹൈ എഫിഷ്യൻറ്റ് ക്ലാസ് ഡി ആംപ്ലിഫയർ ആണ്. അതുകൊണ്ട് തന്നെ നല്ല ക്ലിയർ ആയിരിക്കും, ഓവർ ഹീറ്റിംഗ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഫ്രീക്വൻസി റെസ്പോൺസ് വരുന്നത് 40 ഹെർട്സ് തൊട്ട് 23 കിലോ ഹെർട്സ് വരെയാണ്. അപ്പോൾ ബേസ് റെസ്പോൺസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അധികം നമ്മൾ വലിയ വോളിയം ഒന്നും വെച്ചില്ലെങ്കിൽ നല്ല കിടിലനായിട്ട് ബേസ് കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട്. ഇത്രയും വലിയ 15 ഇഞ്ചിൻ്റെ ഒരു ഡ്രൈവല്ലേ വരുന്നത്. പിന്നെ 1 ഇഞ്ചിൻ്റെ ഒരു കംപ്രഷൻ ഡ്രൈവറാണ് ഹൈ ഫ്രീക്വൻസിക്ക് വേണ്ടി വെച്ചിട്ടുള്ളത്. പിന്നെ വരുന്നത് മാക്സിമം ഔട്ട്പുട്ട് വരുന്നത് 129 dB SPL അല്ലെങ്കിൽ സൗണ്ട് പ്രഷർ ലെവൽ. അതുകൊണ്ട് നല്ല 129 ഉള്ളതുകൊണ്ട് തന്നെ നല്ല ലൗഡായിരിക്കും നമുക്ക് കിട്ടുന്നത്. പിന്നെ ഇവിടെ ബാക്കിയുള്ള എഴുതി വെച്ചിട്ടുണ്ട് മ്യൂസിക് ഡക്കിങ്. അതായത് നമ്മളിപ്പം ഒരു ചാനലിൽ നമ്മൾ മ്യൂസിക് ആണെങ്കിൽ മറ്റേ ചാനലിൽ മൈക്ക് കൊടുത്തേക്കണമെങ്കിൽ ഈ മ്യൂസിക് ഡക്കിങ് ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ മൈക്കിൽ സംസാരിക്കും
സംസാരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മ്യൂസിക്കിൻ്റെ സൗണ്ട് ഇങ്ങനെ കുറഞ്ഞു കിട്ടും. പിന്നെ ഫീഡ്ബാക്ക് എലിമിനേഷൻ അതും ഓപ്ഷനായിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ്. പിന്നെ ആപ്ലിക്കേഷൻ സ്പെസിഫിക് വോയിസിംഗ് മോഡ് ഉണ്ട്, നമുക്ക് 4 നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ. അത് നമ്മൾ ഇനി വീഡിയോ ഒക്കെ ഓഡിയോ ഒക്കെ പ്ലേ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് നോക്കാം. പിന്നെ ബ്ലൂടൂത്ത് സ്ട്രീമിംഗ് ആൻഡ് ആപ്പ് കൺട്രോൾ നമുക്ക് ബ്ലൂടൂത്ത് ആയിട്ടും കണക്ട് ചെയ്യാം. പിന്നെ ഇതിലൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, അത് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ പവർ സപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഇതാണ് പവർ ഓൺ ആക്കുന്ന ബട്ടൺ. അപ്പോൾ നമുക്ക് ഓൺ ആക്കി നോക്കാം. ഇവിടെ ഓൺ ആയിട്ടുണ്ട്. ഇതിപ്പോൾ മ്യൂസിക് മോഡിലാണ് എടുക്കുന്നത്. ഇവിടെ പെയർ ഓൾറെഡി ബ്ലിങ്ക് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ലിങ്ക് വേറെ സ്പീക്കർ ഉണ്ടെങ്കിൽ നമുക്ക് കണക്ട് ചെയ്യാനുള്ള അതും ഇതായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഫ്രണ്ട് LED ഓൺ എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. വേണ്ട, ഫ്രണ്ട് LED ഇവിടെ ഓൺ ആയിട്ടിരിക്കുന്നുണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓഫ് ചെയ്തിടാം. ഇപ്പോൾ ഫ്രണ്ട് LED ഓഫാണ്. ഓക്കെ, അതെന്തായാലും ഓണായി തന്നെ ഇരിക്കട്ടെ. എന്നാലും നമുക്ക് ഫ്രണ്ടിൽ നിന്നൊക്കെ നോക്കുമ്പോൾ അത് വർക്ക് ആവുണ്ടോ ഇല്ലയെന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. പിന്നെ ഇതാണ് നമുക്ക് മോഡ്സ് മാറ്റാനുള്ളത്. ഇപ്പം ഉള്ളത് മ്യൂസിക്കിലാണ്. ലൈവ്, ക്ലബ്ബ്, മോണിറ്റർ അങ്ങനെ നമുക്ക് മാറ്റാൻ പറ്റും. അത് സാധാരണ ഒരു LED പോലെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും കുഴപ്പമില്ല, ഒരു ചെറിയൊരു LCD സ്ക്രീനൊക്കെ ആയിരുന്നു ഇപ്പോൾ ലേറ്റസ്റ്റ് മോഡലിലൊക്കെ വരുന്നത്. അപ്പം ഓക്കെ, നമുക്ക് നോക്കി നോക്കാം. പിന്നെ ഇതാണ് നമുക്ക് ഇൻപുട്ട് വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 കോംബോ, അതായത് XLR TRS ഇൻപുട്ടാണ് വരുന്നത്. പിന്നെ ഒരു ഓക്സിലറി നമുക്ക് 3.5 mm ഇൻപുട്ടും വരുന്നുണ്ട്. പിന്നെ ത്രൂ ഫുൾ XLR ഔട്ടും വരുന്നുണ്ട്. മെയിൻ ചാനൽ വോളിയം അഡ്ജസ്റ്റ് ചെയ്യാനും ചാനൽ 1 ആൻഡ് ചാനൽ 2 ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പതുക്കെ എന്തെങ്കിലും ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഈ കാണുന്നത് ലിക്കാത്തോ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ഒരു ബ്ലൂടൂത്ത് മൊഡ്യൂളാണ്. നമുക്ക് ഇവിടെ XLR ഔട്ടാണ് വരുന്നത്. അത് നമുക്ക് ഇവിടെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഒരു ബ്ലൂടൂത്ത് മൊഡ്യൂൾ നമ്മളിവിടെ കണക്ട് ചെയ്തിട്ടുണ്ട് ചാനൽ 1. അത് ഞാൻ ഈ മൊബൈലായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. നമുക്ക് ഇത്രയും വെച്ചാൽ മതി തൽക്കാലം. വീട്ടിലെ നല്ല സൗണ്ട് ഔട്ട്പുട്ട് ഉണ്ട് പുറത്തേക്ക്. ഇപ്പം നമ്മളത് മ്യൂസിക് എന്ന് പറഞ്ഞ മോഡലാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. ഇതിൻ്റെ മോഡൊന്ന് മാറ്റി വെക്കാം. നമുക്കൊരു ലൈവ് ഇട്ട് ഇതാണ് ലൈവ്. ക്ലബ് ഇട്ട് നോക്കാം. ഇതാണ് ക്ലബ് വരുന്നത്. മോണിറ്റർ ഇതാണ് മോണിറ്റർ വരുന്നത്. എനിക്കിഷ്ടപ്പെട്ടൊരു മോഡ് മ്യൂസിക് ആണ്. അതിൽ അത്യാവശ്യം ബേസും കാര്യങ്ങളൊക്കെ മൊബൈലായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതാണ് ആപ്ലിക്കേഷൻ വരുന്നത്. തമ്പ് 2 കണക്ട് എന്ന് പറഞ്ഞിട്ട് കണ്ടില്ലേ. അപ്പോൾ നമുക്ക് ഇത് സ്പീക്കറായിട്ട് കണക്റ്റ് ആയി. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചാനൽ 1 ഇപ്പോൾ ഇതുള്ളത്. ഇതിൽ നമുക്ക് വോളിയം കുറച്ച് വയ്ക്കാം തൽക്കാലം. എന്നിട്ട് നമുക്ക് ഇതിലൊന്ന് കൂട്ടി വയ്ക്കാം കേട്ടോ. ഇതിലൊന്ന് കൂട്ടി വെച്ചാൽ നമുക്ക് അറിയാലോ അപ്പം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇതിൽ എല്ലാം മിഡിലാക്കി വെച്ചിട്ടുണ്ട്. വോളിയം എല്ലാം മിഡിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തിരിക്കാം എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, നമുക്ക് കാണാമല്ലോ. അപ്പം ഇതാണ് നമ്മൾ കണ്ടില്ലേ. നമുക്ക് റിമോട്ടായിട്ട് നമുക്ക് ഇവിടെ നിന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. മാത്രമല്ല അഡ്വാൻസ് സെറ്റിങ്ങിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ സ്പീക്കർ വോയിസും കണ്ടില്ലേ. ഇപ്പം മ്യൂസിക്കിലാണ് എടുക്കുന്നത്. ഇത് ലൈവ്, ഇത് ക്ലബ്, ഇത് മോണിറ്റർ, അങ്ങനെ നമുക്ക് മാറ്റാൻ പറ്റും. പിന്നെ അഡ്വാൻസ് സെറ്റിംഗ് കണ്ടില്ലേ. ഈ ഓട്ടോ ലിങ്ക് കാര്യങ്ങൾ, ഫ്രണ്ട് LED നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഓഫ് ചെയ്തിടാം. കണ്ട, ഫ്രണ്ട് LED ഓഫായി. പിന്നെ ഫീഡ്ബാക്ക് എലിമിനേഷൻ നമുക്ക് വേണമെങ്കിൽ അത് ഓണാക്കാം. പിന്നെ മ്യൂസിക് ഡക്കിങ് വേണമെങ്കിൽ അങ്ങനെ. പിന്നെ വേണമെങ്കിൽ നമുക്ക് കസ്റ്റം EQ വേണമെങ്കിൽ കസ്റ്റം EQ ആക്കാം. ഇത് നമ്മൾ ഫുള്ള് ബേസും ട്രബിളും കൂടെ കയറ്റിയിട്ടേക്കാണ്.
ഇപ്പോൾ 2 തമ്പ് നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ബാക്കിയുടെ. അപ്പോൾ ഞാൻ ഒരു വയർലെസ് മൈക്ക് ഒരു മൈക്ക് ഇതിനായിട്ട് കണക്ട് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ മൈക്കിൽ കൂടെ സംസാരിക്കണം. അപ്പോൾ മ്യൂസിക് ഡക്കിങ് ഓൺ ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് മ്യൂസിക് കുറയും. അപ്പോൾ അതാണ് ഒരു മ്യൂസിക് ഡക്കിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫംഗ്ഷൻ. അപ്പോൾ ഇതൊക്കെയാണ് മാക്കി തമ്പ് 215 XTയുടെ ഒരു വിശേഷങ്ങൾ. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.